നമസ്കാരം. ന്യൂസ് ഇന്ത്യ 24 പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ റാഫേൽ കുര്യൻ. സേവാഭാരതി മയ്യനാട് ആദിച്ചനല്ലൂർ സമിതികളുടെ നേതൃത്വത്തിൽ മൈലക്കാട് മൂഴിയിൽ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിച്ചിരുന്ന ശ്രീമതി ഗിരിജയ്ക്കും കുടുംബത്തിനും സേവാഭാരതിയുടെ യൂണിറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ താക്കോൽദാനം BJP സംസ്ഥാന സമിതി അംഗവും പ്രമുഖ വക്താവുമായ ശ്രീ സന്ദീപ് വാര്യർ നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ, മയ്യനാട് സേവാഭാരതി പ്രസിഡന്റ് സതീഷ് കുമാർ, സേവാഭാരതി കൊല്ലം ജില്ലാ സെക്രട്ടറി അശോക് കുമാർ, മയ്യനാട് സേവാഭാരതി രക്ഷാധികാരി ശ്രീ തമ്പിസാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജു, ശ്രീ മജു, സമിതി സെക്രട്ടറി ഗുൽസാരിലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. താക്കോൽദാന ചടങ്ങിൽ ഒട്ടേറെ സേവാഭാരതി പ്രവർത്തകർ, അതുപോലെ തന്നെ നാട്ടിലുള്ള പരിസരവാസികളൊക്കെ ഈ യോഗത്തിൽ സംബന്ധിച്ചു. ഹെൽത്ത് ഇൻഡസ്ട്രിയിലെ, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട സ്ഥാപനം നടത്തുന്ന അഹല്യയുടെ ഡോക്ടർ ഗോപാൽജി വിളിച്ചിട്ട് പറഞ്ഞു, വയനാട് ദുരന്തത്തിലെ മുഴുവൻ കുട്ടികൾ, അതിൽ ഇരകളാക്കപ്പെട്ട കുട്ടികളെ മുഴുവൻ ഏറ്റെടുത്ത് അവർക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വിദ്യാഭ്യാസം നൽകാൻ അഹല്യ തയ്യാറാണ് സേവാഭാരതി മുഖേന എന്ന് അദ്ദേഹം അറിയിച്ചു. എന്നെ വിളിച്ചാണ് അറിയിച്ചത്. ഒട്ടേറെ പേർ, എണ്ണിയാലൊടുങ്ങാത്ത പേർ, ഞാൻ ഒരു പേരാണ് പറഞ്ഞത്. എത്രയോ പേർക്ക് സേവാഭാരതിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, സേവാഭാരതിക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ആളുകൾ ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും, ഞങ്ങൾക്ക് സേവാഭാരതിക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ അവിടെ സർക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ട്രസ്റ്റ്, വിശ്വാസം എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ആ വിശ്വാസം കഴിഞ്ഞ പ്രളയകാലത്ത് തകർക്കപ്പെട്ടു. മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ വായ്പയടയ്ക്കാനും രാഷ്ട്രീയ നേതാക്കളുടെ വായ്പയടയ്ക്കാനും അവരുടെ ബാധ്യത തീർക്കാനും വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത പണം വിനിയോഗിക്കപ്പെട്ടു, തെറ്റായി വിനിയോഗിക്കപ്പെട്ടു. പാർട്ടി പ്രവർത്തകർ അനർഹമായി മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം കളവ് ചെയ്തു. ഇതെല്ലാം വസ്തുതകളായി പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. സർക്കാർ നിർമ്മിക്കുമെന്ന് പറയുന്ന സമയത്ത് വളരെ ഇക്കോ സെൻസിറ്റീവായ ഒരു പ്രദേശമായ വയനാട്ടിൽ എവിടെയാണ് സർക്കാർ ഇത്രയും ഭൂമി ഒന്നിച്ചേറ്റെടുക്കാൻ പോകുന്നത്? ഒന്നിച്ചേറ്റെടുക്കുക മാത്രമല്ല, അവിടെ ഒരു പ്രയാസമുള്ളത്, ആ ടൗൺഷിപ്പിലെ അവസാനത്തെ വീടും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ആളുകളെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് മാറ്റി താമസിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വാടക വീടുകളിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ ഒരുപക്ഷെ വർഷങ്ങളോളം കോടതിയിൽ കയറും. ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം മുതൽ, അവിടുത്തെ ജലവിതരണ സംവിധാനം മുതൽ, അവിടുത്തെ വൈദ്യുതി വിതരണ സംവിധാനം മുതൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെയധികം ടൈം ടേക്കിംഗ് ആയ, സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് അടിയന്തരമായി വീടുകളിൽ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് പകരം സർക്കാർ ഇതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യാം, നിങ്ങൾ പണം തന്നാൽ മതി എന്ന് പറയുമ്പോഴാണ് ജനങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടാവുന്നത്. സൈഡിലോട്ട്
ഒരു വർഷത്തിനിടയിൽ നമ്മുടെ പ്രദേശത്ത് സേവാഭാരതി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടാണ്. ഒന്ന് പരവൂരിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പരവൂരിൽ ഒല്ലാൽ ഇതേപോലൊരു വീട് ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകി. ഇപ്പോൾ ഇവിടെ ഒരു വർഷത്തിനിടയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനൊക്കെ വളരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ലഭിച്ച സ്വീകാര്യതയുണ്ട്. നേരത്തെ ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സേവാഭാരതിയിലുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഇത്തരം സേവന പ്രവർത്തനം ചെയ്യാൻ സേവാഭാരതിയെ കൂടുതൽ കർമ്മോജ്ജലമാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പാർട്ടിയുടെ നേതാവ് ഇടരുത്. നാളെയാണോ അപ്പോൾ എല്ലാവരും ഉണ്ടാവും. സന്തോഷമായിട്ട് ജീവിക്കാം. എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടതെന്ന് അങ്ങനെയാണ്. ഉറക്കമില്ലായ്മ എൻ്റെ കണ്ണിൽ. അവരുടെ കൂടെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരെ കുറിച്ച്. എനിക്ക് അവരെ ഉള്ളു. സേവാഭാരതി വയനാട് സമിതിയുടെ പഞ്ചായത്ത് സമിതി പ്രസിഡൻ്റാണ് ഞാൻ. എൻ്റെ പേര് സതീഷനാണ്. ഈ വീട് വളരെ നിർദ്ധരായ ഒരു കുടുംബം. എന്ന് വെച്ചാൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വളരെ നിർദ്ധരായ പാവപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ ഇന്നൊരു വീട് ഇവിടെ വെച്ച് താക്കോൽദാനം നടത്തിയിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ തികച്ചും വളരെ ദയനീയമായൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇവിടെ പിന്നെ പഞ്ചായത്ത് ആഴ്ചയിൽ പഞ്ചായത്ത് സർവേ എടുക്കാൻ വന്നൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സതീഷ് ചേട്ടാ, പിന്നെ ഇവിടെ ഒരു നിർദ്ധരായൊരു കുടുംബം താമസിക്കുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ല. എങ്ങനെയെങ്കിലും കുറച്ച് ആഹാരം എത്തിക്കാൻ, ആഹാരത്തിനുള്ള സാധനങ്ങൾ എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വരികയും 1 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ സമിതിയിൽ നിന്ന് ഞങ്ങൾ എത്തിച്ചിവിടെ നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ വീടിൻ്റെ വന്നപ്പോഴാണ് ഈ വീടിൻ്റെ അവസ്ഥ മനസ്സിലാകുകയും 4 ഭിത്തിക്കുള്ളിൽ 2 അപ്പുറം 2 കഥകളെന്ന് വെച്ചാൽ ഈ കൈലി കെട്ടി ഈ കഥ കണക്കിട്ട് വെച്ചിരിക്കുന്ന ഒരു വീടും, അതുപോലെ ഓല വെട്ടി മേളി ഇട്ടിട്ട്, ഓല മുടയാതെ ഓലക്കീട് മേളി വെട്ടിയിട്ടിട്ട് അതിൻ്റെ മേളി ഒരു ടാർപ്പാളിൻ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ അന്തി ഉറങ്ങുന്ന വളരെ ദയനീയമായ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സമിതിയിൽ, വയനാട് പഞ്ചായത്തിൻ്റെ സമിതിയിൽ ഈ വിവരം അറിയിക്കുകയും അത് പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ നല്ലൊരു വീട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വീട് നിർമ്മിച്ച് ഇവിടെ താക്കോൽദാനം ചെയ്യാൻ നമുക്ക് സാധിച്ചു.